ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 1.5-2 മാസത്തിന് ശേഷം കുവൈറ്റ് എയർപോർട്ട് ഇന്ന് തുറന്നിരിക്കുകയാണ്. അതായത് ഏപ്രിൽ 26 ഞായറാഴ്ച. അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കുവൈറ്റ് എയർപോർട്ട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അൽ ജസീറയും കുവൈറ്റ് എയർവേസും മാത്രമാണ് തൽക്കാലം ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതായത് സർവീസ് ആരംഭിച്ചെങ്കിലും പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ടിക്കറ്റ് റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. 120 മുതൽ 200 KD വരെയാണ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അതുതന്നെ കിട്ടുവാനും പാടാണ്. അൽ ജസീറ ടെർമിനൽ 4-ലും 5-ലും നിന്നാണ് സർവീസ് നടത്തുന്നത്. കൂടാതെ കൊച്ചിയിലേക്ക് ഈ മാസം 29 30 മെയ് 2-ലും 3-ലും അൽ ജസീറ സർവീസ് നടത്തുന്നുണ്ട്. മുംബൈയിലേക്ക് എല്ലാ ദിവസവും 26 മുതൽ മെയ് 3 വരെ സർവീസ് ഉണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കുവൈറ്റ് എയർവേസ് ഏകദേശം 17 സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സൗദി വഴി ട്രാൻസിറ്റ് വിസ ഉള്ളവർക്ക് അത് തുടർന്നും ഉണ്ടായിരിക്കുന്നതാണെന്നും കൂടാതെ ദമാം വഴി കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമെന്നും കുവൈറ്റ് എയർവേസിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്ക് മാത്രമാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമുള്ളത്. അതിനാൽ യാത്ര ചെയ്യുന്നവർ മാക്സിമം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാത്ര ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നം ടിക്കറ്റ് നിരക്ക് എന്താണ് ഇത്ര കൂടുതലെന്ന്. ഇതിൽ മെയിനായിട്ടുള്ള കാരണം 2 സർവീസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. എയർപോർട്ടിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞ ശേഷം, എല്ലാ സർവീസുകളും കഴിഞ്ഞ ശേഷം എല്ലാവരും യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുക. അതേമാതിരി തന്നെ മാക്സിമം കുറച്ച് ദിവസങ്ങൾ 1-2 ആഴ്ചകൾക്ക് ശേഷം യാത്ര ചെയ്യുവാൻ ശ്രമിക്കുക. ഇത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. സർവീസ് കുറവായതും മാക്സിമം ആൾക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടും കിട്ടുന്ന ചാൻസിന് ഒരുവിധപ്പെട്ടവരെല്ലാം നാട്ടിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് ടിക്കറ്റ് റേറ്റ് ഇത്ര ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സർവീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.